സങ്കീർത്തകൻ്റെ പുസ്തകം 91 അധ്യായം 3 വാക്യം നമ്മൾ വായിക്കുന്നു. അവിടുന്ന് നിന്നെ വേടൻ്റെ കണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മഹാമാരിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. എന്താണ് ഈ വേടൻ്റെ കെണി എന്ന് പറയുന്നത്? ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ചില കാലഘട്ടങ്ങളിൽ പൈശാചികമായ തിന്മകൾ നമ്മളെ വേട്ടയാടുന്ന അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകും. അത്തരത്തിലുള്ള തിന്മയുടെ നമ്മളെ പർട്ടിക്കുലറായി നമ്മളെ വേട്ടയാടുന്ന ഭീകരമായ തിന്മകൾ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും. വിശുദ്ധന്മാരുടെയൊക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ അവർ വേട്ടയാടിയിരുന്ന തിന്മകളെക്കുറിച്ച് നമുക്ക് വായിച്ചറിയാൻ കണ്ടറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ വേട്ടയാടുന്നത് പോലുള്ള തിന്മയിൽ നിന്ന് അവിടുന്ന് നമ്മെ രക്ഷിക്കും. ആര് രക്ഷിക്കും? ദൈവമായ കർത്താവ് നമ്മളെ രക്ഷിക്കും. ഇനി മാരകമായ മഹാമാരിയിൽ നിന്ന്, മഹാമാരി എന്ന് പറയുന്നത് പടർന്നു പിടിക്കുന്ന ഒന്നാണ്. അതായത് ഭൂമിയെ മുഴുവനും ഇങ്ങനെ ചുറ്റുപാടുകളെ മുഴുവനും പടർന്നു പിടിക്കുന്ന മഹാമാരി. ചില കാലഘട്ടങ്ങളിൽ ചില തിന്മകൾ പ്രബലമാക്കപ്പെടും. ചില ദേശങ്ങളിൽ വ്യഭിചാരം പ്രബലമാക്കപ്പെടുന്നു. ചില ദേശങ്ങളിൽ കൊലപാതകം പ്രബലമാക്കപ്പെടുന്നു. ചില ദേശങ്ങളിൽ ആത്മഹത്യകൾ കടന്ന് വരുന്നു. ചില ദേശങ്ങളിൽ ചെറിയ മദ്യപാനം പോലുള്ള ശീലങ്ങൾ പ്രബലമാകുന്നു. മയക്കുമരുന്നിൻ്റെ ശീലം പ്രബലമാകുന്നു. ചില ദേശങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ, ചില കുടുംബങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വ്യഭിചാരം പോലുള്ള തിന്മകളൊക്കെ കൂടിക്കൂടി വരുന്നു. പോർണോഗ്രഫി എല്ലാവരും ഒരു ദേശം മുഴുവനും ഉള്ള ആളുകൾ കാണുന്ന രീതിയിൽ അത് വന്നാലും കർത്താവിൽ ആശ്രയിക്കുന്നവനെ, അവിടുത്തെ സംരക്ഷണം തേടുന്നവനെ, അവിടുത്തെ സങ്കേതത്തിലേക്കും കോട്ടയിലേക്കും കടന്നു ചെല്ലുന്നവനെ അവിടുന്ന് സംരക്ഷിക്കും. അവിടുത്തെ കോട്ടയിൽ കടക്കുന്നവനാണ് ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നത്. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വേടൻ്റെ കെണിയിൽ നിന്നും മഹാമാരിയിൽ നിന്നും നിങ്ങളെ സുരക്ഷിതമായി സംരക്ഷിക്കുമാറാകട്ടെ. ആമേൻ.